നമസ്കാരം പൂർണ്ണമായി ഒഴിവാക്കുന്നവൻ നമസ്കാരം പാഴാക്കുന്നവനാണ്. ഇടക്ക് നമസ്കാരം ഒഴിവാക്കുന്നവൻ അവനും നമസ്കാരം പാഴാക്കുന്നവനാണ്. നമസ്കാരം സമയം തെറ്റിച്ച് നമസ്കരിക്കുന്നവൻ അവനും നമസ്കാരം പാഴാക്കുന്നവനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഹദീസ് ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമസ്കാരം പാഴാക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നമസ്കരിക്കാത്തവനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വലാകിൻ അഖറൂഹ അൻ വഖ്തിഹ, നമസ്കാരം അതിന്റെ സമയത്തിൽ നിന്ന് പിന്തിപ്പിക്കുന്നവരെ കുറിച്ചാകുന്നു നമസ്കാരം പിന്തിപ്പിച്ചു എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കൂ, നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ഷാഫി മദ്ഹബുകാരാണ്. ഷാഫി മദ്ഹബിന്റെ വീക്ഷണമനുസരിച്ച് ഒരു സമയത്ത് നഷ്ടപ്പെട്ട സമയം തെറ്റിയ നമസ്കാരം പിന്നെ നമസ്കരിച്ചാലും മതി. അതിനാണ് ഖളാ വീട്ടുക എന്ന് പറഞ്ഞത്. ഖളാ എന്ന് പറഞ്ഞാൽ വീട്ടലാണ്. അപ്പൊ വീട്ടുക എന്നതിന്റെ അർത്ഥം വരിക, ഒരു തെറ്റായ പ്രയോഗം. എന്നാൽ സമയം തെറ്റിയ ഒരാൾ മനഃപൂർവ്വം ഉറങ്ങിപ്പോവുകയോ മറവി സംഭവിക്കുകയോ ബോധം നഷ്ടപ്പെടുകയോ ചെയ്യുക, ഇതാണ് നമസ്കാരം ഒഴിവാകാനുള്ള കാരണം. എപ്പോൾ ബോധം തെളിയുന്നുവോ, എപ്പോൾ ഓർമ്മ വരുന്നുവോ അപ്പോൾ അയാൾ നമസ്കരിക്കേണ്ടതുണ്ട്. അയാൾ കളവുണ്ട്. ഈ കാരണമില്ലാത്ത ഒരാൾക്ക് നമസ്കാരം പിന്തിപ്പിക്കാൻ ന്യായമില്ല, ഉദ്റില്ല. എന്നാൽ ഈ ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ മനസ്സിലാക്കിയത് എന്താ? നമസ്കാരം എങ്ങനെ നഷ്ടപ്പെട്ടാലും അത് പിന്നെ നമസ്കരിച്ചാൽ മതി, വീട്ടിയാൽ മതി എന്നാണ്. അങ്ങനെ ഒരു വീട്ടൽ നമസ്കാരത്തിന്റെ വിഷയത്തിലില്ല. ഇതിന്റെ അഭിപ്രായമല്ല. ഇബ്നു അബ്ബാസ് തന്നെ പറയാൻ, നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നവനെ കുറിച്ചാണ് അല്ലാഹു സ്വലാത്ത, നമസ്കാരം പാഴാക്കി എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. സഹാബികളിൽ പ്രമുഖനാണ്. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ്. താബീങ്ങളുടെ ഇമാമായി അറിയപ്പെടുന്ന ആളാണ് സഈദ് ഇബ്നുൽ മുസയ്യബ്. ആ സഈദ് ഇബ്നുൽ മുസയ്യബ് റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിച്ചത് ളുഹ്റിനെ അസർ വരെ നമസ്കരിക്കാതെ ബന്ധിപ്പിക്കുക, അസറിനെ മഗ്രിബ് വരെ ബന്ധിപ്പിക്കുക, മഗ്രിബിനെ ഇശാ വരെ ബന്ധിപ്പിക്കുക, ഇശായിനെ അതിന് സമയം കഴിയുന്നത് വരെ ബന്ധിപ്പിക്കുക, സുബ്ഹിനെ സൂര്യൻ ഉദിക്കുന്നത് വരെ ബന്ധിപ്പിക്കുക. അപ്പൊ എന്തായി? നമസ്കാരം സമയം ബന്ധിപ്പിച്ച് സമയത്ത് നമസ്കരിക്കാതിരിക്കുക, അവനെ കുറിച്ചാകുന്നു ഈ ആയത്തിൽ പറയുന്നത്. അവൻ അല്ലാഹു ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നു. അതെന്താണ്? ഈ ഗയ്യിനെ അവൻ കണ്ടുമുട്ടേണ്ടി വരും എന്ന ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുള്ള താക്കീത്. അപ്പോ നമസ്കാരം സമയം തെറ്റിച്ച് നമസ്കരിക്കുക എന്നതാണ് ഈ ആളുകൾ ചെയ്ത ഏറ്റവും ഒന്നാമത്തെ ഗുരുതരമായ കുറ്റം. അതുകൊണ്ട് അവർ നരകശിക്ഷ കണ്ടുമുട്ടേണ്ടവരാണ് എന്ന് ഖുർആനിൽ വ്യക്തമായി പറഞ്ഞ സ്ഥിതിക്ക് സമയം തെറ്റിച്ച് നമസ്കരിക്കുക എന്നത് അലംഭാവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു വിഷയമല്ല, മറിച്ച് സമയബന്ധിതമായി നമസ്കരിക്കേണ്ടതാണ്. സമയം തെറ്റിച്ചാൽ മറന്നുപോവുകയോ ഉറങ്ങിപ്പോവുകയോ ബോധം നഷ്ടപ്പെടുകയോ ചെയ്യാത്ത ഒരു മനുഷ്യൻ, അവന് ജീവനുണ്ടോ ബോധമുണ്ടോ ഓർമ്മയുണ്ടോ അവൻ സമയത്ത് നമസ്കരിച്ചിരിക്കണം. ഒരു ഉദ്റും അതിലില്ല.